കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്നും തന്നെ നീക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തമായ ചെക്ക് വയ്ക്കുകയാണ് കെ സുധാകരൻ ഇന്നു ചെയ്തത്. മാധ്യമങ്ങൾക്ക് വിശദമായ അഭിമുഖം നൽകിയ സുധാകരന്റെ വാക്കുകൾ നല്ല മൂർച്ചയോടെ തന്നെയായിരുന്നു. തന്നെ അപമാനിച്ച് ഇറക്കിവിടാൻ നോക്കേണ്ട എന്നാണ് സുധാകരൻ ഇന്ന് വ്യക്തമാക്കിയ കാര്യം. സുധാകരന്റെ പ്രസ്താവന കോൺഗ്രസ് നേതൃത്വത്തിനും തലവേദനയായിട്ടുണ്ട്. അധ്യക്ഷ സ്ഥാനത്തു നിന്ന് സുധാകരനെ മാറ്റി പകരം മറ്റൊരു നേതാവിനെ കണ്ടെത്താനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ട് മാസങ്ങളായെങ്കിലും തീരുമാനം നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതേസമയം നേതൃത്വം തന്നോട് മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള MP കൂടിയായ കെ സുധാകരനെ AICC സെക്രട്ടറിയാക്കി പ്രശ്നം പരിഹരിക്കാമെന്ന ധാരണയിലായിരുന്നു ചില നേതാക്കൾ. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയം വിട്ടുകളിക്കാൻ സുധാകരന് താൽപ്പര്യമില്ല. തന്നോട് മാറാനേ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അത് സുധാകരന്റെ പൊരുതാനുറച്ച തീരുമാനമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതേസമയം കേരളത്തിലുള്ള ദീപാദാസ് മുൻഷി ഒരിക്കൽ കൂടി സുധാകരനുമായി ചർച്ച നടത്തിയേക്കും. കേരളത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും കോൺഗ്രസിന് ഒരുപോലെ നിർണായകമാണ്. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ കോൺഗ്രസിന് ഭരണമില്ല. ഒരു ടൈം കൂടി ഭരണമില്ലാത്ത അവസ്ഥയുണ്ടായാൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. എന്നാൽ സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പോരായ്മകളും ചർച്ചയാകുന്നുണ്ട്. സഭയ്ക്കപ്പുറത്തേക്ക് ശോഭിക്കാൻ VD സതീശന് സാധിക്കുന്നില്ല എന്നതാണ് പോരായ്മ. അണികളുമായും നേതാക്കളുമായും ബന്ധം കുറവാണെന്ന ആക്ഷേപവും സതീശനെതിരെയുണ്ട്. ഇതിനിടയിലാണ് നേതൃമാറ്റ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടന്നത്. റോജി M. ജോണിന്റെ പേര് മുന്നോട്ട് വെച്ച് പ്രതിപക്ഷത്തെ മുഖ്യമുഖമായി താൻ മാറുക എന്നതായിരുന്നു സതീശൻ ഉദ്ദേശിച്ചത്. എന്നാൽ മുതിർന്ന നേതാവ് തന്നെ വേണമെന്ന നില വന്നതോടെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് ഒരാളെ KPCC അധ്യക്ഷനാക്കണമെന്ന ആവശ്യമുയർന്നു. ക്രൈസ്തവ സമുദായത്തെ ഒപ്പം നിർത്തുക എന്ന ഫോർമുല മുന്നോട്ട് വെച്ചത് മുതിർന്ന നേതാക്കളായ K. മുരളീധരനെയും ശശി തരൂരിനെയും രമേശ് ചെന്നിത്തലയെയും വെട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു. ഇതിനിടയിലാണ് പതിവിന് വിപരീതമായി KPCC അധ്യക്ഷ പദവിയിലേക്ക് പേരുകൾ നിർദ്ദേശിച്ച് കത്തോലിക്ക സഭാ നേതൃത്വം രംഗത്ത് വന്നു എന്ന വാർത്ത വന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള MP ആന്റോ ആന്റണി, പേരാവൂർ MLA സണ്ണി ജോസഫ് എന്നിവരുടെ പേരുകൾക്കായിരുന്നു മുൻഗണന. സഭാ താൽപര്യം ഹൈക്കമാൻഡിന് അറിയിച്ചു എന്നാണ് പുറത്തുവരുന്ന വാർത്ത. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കോൺഗ്രസിൽ നിന്നുള്ള മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവരെ കണ്ടാണ് ബിഷപ്പുമാർ നിലപാടറിയിച്ചത്. എന്നാൽ കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനെ നിശ്ചയിക്കാൻ സഭ പേര് മുന്നോട്ട് വെച്ചു എന്നത് അസാധാരണമായി കോൺഗ്രസ് അണികൾ കരുതുന്നുണ്ട്. ക്രൈസ്തവ സഭ വിശ്വാസികളെ വിശ്വാസത്തിലെടുക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഉയരുന്നതിനിടയിലാണ് സഭാ നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയത്. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ, തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പംപ്ലാനി അടക്കമുള്ളവരാണ് KC വേണുഗോപാലിന്റെ പേര് നിർദ്ദേശിച്ചത്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകളിൽ സുധാകരന്റെ താൽപര്യം കൂടി പരിഗണിച്ചേക്കും. ആന്റോ ആന്റണിക്കാണ് പ്രഥമ പരിഗണനയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ പറയുന്നത്.